കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത് ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, എംപയേഴ്സ്. ഇപ്പോൾ ഒരു 16 മഹാജനപദാസ്, 16 മഹാജനപദങ്ങളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ആ മഹാജനപദങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ മോസ്റ്റ് പ്രോമിനൻ്റ് വൺ എന്ന് പറയുന്നത് മഗധയാണെന്നും മഗധ ഏറ്റവും ശക്തമായ മഹാജനപദമായി മാറാനുള്ള സാഹചര്യം ഏതാണെന്നും മഗധ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയാണെന്നും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഒടുവിൽ ഈ മഗധ എന്ന് പറയുന്ന ഈ മഹാജനപദം മൗര്യ ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ മൗര്യ വംശത്തിൽപ്പെട്ട ആളുകളുടെ നിയന്ത്രണത്തിൽ വന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. മൗര്യ ഡൈനാസ്റ്റി മഹാജനപദം നൗ അണ്ടർ ദ കൺട്രോൾ ഓഫ് മൗര്യ ഡൈനാസ്റ്റി, മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ശരിക്കും മഗധ കേന്ദ്രമാക്കിക്കൊണ്ട് മഗധയെ നിയന്ത്രിച്ചുകൊണ്ട് മൗര്യ രാജാക്കന്മാരുടെ മൗര്യ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. During the time of Mauryas, the Magadha reached its zenith point. മൗര്യ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ മഗധ എന്ന് പറയുന്നത് അതിൻ്റെ ഉച്ചകോടിയിൽ മഗധയുടെ ഏറ്റവും നല്ല ഉയർന്ന അവസ്ഥയിലെത്തിച്ചേരുന്നത് മൗര്യ രാജാക്കന്മാർ മഗധ ഏറ്റെടുക്കുമ്പോഴാണ്. In ancient India, the Mauryan Empire was a great empire, and this empire had some important factors or features. പുരാതന ഇന്ത്യയിലെ മൗര്യ സാമ്രാജ്യം ഒരു മഹത്തായ ഒരു സാമ്രാജ്യമായിരുന്നു. ഒരുപാട് സവിശേഷതകൾ ഈ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു. കാരണമെന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ആദ്യത്തെ ശക്തമായ എക്സ്പാൻഡഡ് ആയിട്ടുള്ള വിപുലമായിട്ടുള്ള ആദ്യ സാമ്രാജ്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മൗര്യ ഡൈനാസ്റ്റി, മൗര്യ സാമ്രാജ്യം. അതാണ് അതിൻ്റെ പ്രത്യേകത. മഗധ എന്ന് പറയുന്ന ആ മഹാജനപദം മൗര്യന്മാർ ഏറ്റെടുക്കുന്നതോടുകൂടി മഗധയുടെ ഏറ്റവും ഉയർന്ന കാലഘട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പുരാതന ഇന്ത്യയിലെ മൗര്യ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഏറെ പ്രത്യേകതകളുള്ള ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ശക്തവും വിപുലവുമായ സാമ്രാജ്യമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മൗര്യ ഡൈനാസ്റ്റി, മൗര്യൻ എംപയർ, മൗര്യ സാമ്രാജ്യം. ഏതാണ്ട് BC 4ാം നൂറ്റാണ്ടോടുകൂടി
Mauryan Empire was founded by Chandragupta Maurya. BC 4 നൂറ്റാണ്ടോടുകൂടി മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നു. And it was founded by the great ruler of Maurya, Chandragupta Maurya. മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും മഹാനായ ചക്രവർത്തി രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ രാജവംശം ഇവിടെ സ്ഥാപിച്ചത്. പിന്നീട് നമ്മൾ കാണുന്നത് മൗര്യ കാലഘട്ടമാണ്. ചന്ദ്രഗുപ്ത മൗര്യനിലൂടെ മൗര്യ കാലഘട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. He extended his empire and his power. തൻ്റെ അധികാരവും തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വികസനവും അദ്ദേഹം ബലൂചിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ വ്യാപിച്ചു. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ ബലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് തൻ്റെ അധികാരവും സാമ്രാജ്യത്തിൻ്റെ വികസനവും അദ്ദേഹം നടപ്പിലാക്കി. അദ്ദേഹത്തിൻ്റെ സക്സസേഴ്സ് ആയിരുന്ന ബിന്ദുസാരനും അതുപോലെ തന്നെ അശോക ദ ഗ്രേറ്റ്, ഇവര് ഈ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിന് നിലനിർത്തുന്നതിലും സാമ്രാജ്യ വികസനം നടത്തുന്നതിലും വിജയം കൈവരിക്കുകയുണ്ടായി. അപ്പം മൗര്യ ഡൈനാസ്റ്റി, മൗര്യ സാമ്രാജ്യം BC 4 നൂറ്റാണ്ടിൽ ഇവിടെ സ്ഥാപിക്കുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഇദ്ദേഹം തൻ്റെ അധികാരവും സാമ്രാജ്യ വികസനവും ബലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഈ സാമ്രാജ്യത്തിനെ നിലനിർത്തുന്നതിലും അദ്ദേഹത്തിൻ്റെ അധികാരം കാത്തു സൂക്ഷിക്കുന്നതിലുമൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ മഹത്തായ ഒരു പുരാതന ഇന്ത്യയിലെ ആദ്യത്തെ മഹത്തായ ഒരു സാമ്രാജ്യമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മൗര്യ ഡൈനാസ്റ്റി, മൗര്യൻ എംപയർ. Then next about what were the sources that give us the details about the Mauryan Empire. മൗര്യ സാമ്രാജ്യത്തിൻ്റെ വികസനവും മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചും മൗര്യൻ സാമ്രാജ്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായ അറിവുകൾ നൽകുന്ന ധാരാളം ഉറവിടങ്ങളുണ്ട്, സോഴ്സസ് ഉണ്ട്. There were so many sources that help us to study about more about Mauryan dynasty. മൗര്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരുപാട് സോഴ്സസ് ഉണ്ട്, ഒരുപാട് ഉറവിടങ്ങളുണ്ട്. ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉണ്ട്, പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള ഉറവിടങ്ങളുണ്ട്, ലിറ്റററി സോഴ്സസ് ഉണ്ട്, സാഹിത്യ ഗ്രന്ഥങ്ങളുണ്ട്, സ്കൾപ്ചേഴ്സ് ഉണ്ട്, പ്രതിമകളുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന സോഴ്സസ് help us to know about the Mauryan dynasty. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിച്ച പ്രധാനപ്പെട്ട ഉറവിടങ്ങളായിരുന്നു ആർക്കിയോളജിക്കൽ സോഴ്സസും ലിറ്റററി സോഴ്സസും ഒക്കെ. സാഹിത്യപരമായിട്ടുള്ള സൃഷ്ടികളും പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള തെളിവുകളുമൊക്കെ മൗര്യ സാമ്രാജ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിച്ച പ്രധാനപ്പെട്ട ഉറവിടങ്ങളാണ്, സോഴ്സസ് ആണ്. ഓക്കെ, നമുക്കിനി പ്രധാനപ്പെട്ട ചില സോഴ്സസിനെ കുറിച്ച് നോക്കാം.
മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ച ലിറ്റററി സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ അത് മാത്രം എടുത്ത് എക്സാമിന് ചോദിക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലിറ്റററി സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് us to know about മൗര്യൻ ഡിനാസ്റ്റി, മൗര്യൻ എംപയർ, മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിച്ച പ്രധാനപ്പെട്ട സാഹിത്യ ഉറവിടങ്ങളെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്താണ് എഴുതുന്നത്, നിങ്ങൾക്ക് എന്ത് എഴുതാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വാട്ട് ആർ ദ ലിറ്റററി സോഴ്സസ് ഹെൽപ്പ് us to know about മൗര്യൻ ഡൈനാസ്റ്റി, മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന നമുക്ക് അറിവുകൾ തരുന്ന പ്രധാനപ്പെട്ട സോഴ്സസ്, സാഹിത്യ ഉറവിടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം. അത് മാത്രമായിട്ട് ചോദിക്കാം. അത് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ദ ഫസ്റ്റ് ലിറ്റററി വർക്ക്, ആദ്യത്തെ സാഹിത്യ ഗ്രന്ഥം, ദ മോസ്റ്റ് പ്രോമിനൻ്റ് വൺ ടു നോ അബൌട്ട് മൗര്യ ഡൈനാസ്റ്റി വാസ് ഇൻഡിക്ക. ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇറ്റ് വാസ് റിട്ടൺ ബൈ മഗസ്റ്റനീസ് ദ ഗ്രീക്ക് അംബാസിഡർ. മൗര്യ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്ന ഇന്ത്യയിലെ ഗ്രീക്ക് അംബാസിഡറായിരുന്ന മെഗസ്റ്റനിസിൻ്റെ മഹത്തായ ഒരു സാഹിത്യ സൃഷ്ടിയുണ്ട് ഇൻഡിക്ക. ഇൻഡിക്ക എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം he described about the social condition of India, മൗര്യൻ ഡൈനാസ്റ്റി, മൗര്യ സാമ്രാജ്യത്തിൻ്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചും മൗര്യ സാമ്രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെക്കുറിച്ചും മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണരീതികളെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായ തെളിവ് നൽകുന്ന, അറിവ് നൽകുന്ന ഒരു വലിയ പുസ്തകമാണ് ഇൻഡിക്ക. It was written by മഗസ്റ്റനീസ് ദ ഗ്രീക്ക് അംബാസഡർ. ഗ്രീക്ക് പ്രതിനിധിയായിട്ട് ഇങ്ങോട്ട് വന്ന മെഗസ്റ്റനീസിന്റെ ഇൻഡിക്ക എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് നമുക്ക് മൗര്യ സാമ്രാജ്യത്തിന്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചും ഭരണക്രമങ്ങളെക്കുറിച്ചും ഭരണ സമ്പ്രദായങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത പുസ്തകം എന്ന് പറയുന്നത് to describe the administrative system of Maurya dynasty, മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണരീതിയെക്കുറിച്ച് വളരെ വ്യക്തമായി the political condition of മൗര്യ ഡൈനാസ്റ്റി, മൗര്യ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ രീതികളെക്കുറിച്ച്, രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന, മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണ വ്യവസ്ഥയെക്കുറിച്ച് നമ്മെ മനസ്സിലാക്കി തരുന്ന മഹത്തായ ഒരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേരെന്ന് പറയുന്നത് അർത്ഥശാസ്ത്ര. ഇറ്റ് വാസ് റിട്ടൺ ബൈ കൗഡില്യ ഓർ ചാണക്യ. കൗഡില്യൻ അഥവാ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാനായ റൈറ്റർ, അദ്ദേഹത്തിൻ്റെ മഹത്തായ സൃഷ്ടി അർത്ഥശാസ്ത്ര. ഇന്ത്യ ഭരിച്ചിരുന്ന മൗര്യ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെക്കുറിച്ച്, രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച്, ഭരണരീതികളെക്കുറിച്ച് നമ്മെ മനസ്സിലാക്കി തരുന്ന മഹത്തായ പുസ്തകമാണ് അർത്ഥശാസ്ത്രം. ഇറ്റ് വാസ് റിട്ടൺ ബൈ ദ ഗ്രേറ്റ് റൈറ്റർ ചാണക്യ ഓർ കൗടില്യ. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം. അടുത്ത ലിറ്റററി വർക്സിലേക്ക് നമുക്ക് കിടക്കാം. ഏൻഷ്യൻ്റ് ഹിന്ദു പുരാണാസ്. ഇവിടുത്തെ പുരാണങ്ങൾ ജൈനമത ബുദ്ധമത ഗ്രന്ഥങ്ങൾ, ജൈന ബുദ്ധ ഗ്രന്ഥങ്ങളും ഹിന്ദു പുരാണങ്ങളും help us to know about the Mauryan dynasty, മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന മറ്റു ചില പുസ്തകങ്ങളാണ് ഇവിടുത്തെ പുരാണങ്ങളും ബുദ്ധമത ഗ്രന്ഥങ്ങളും ജൈനമത ഗ്രന്ഥങ്ങളും. ഓർക്കുക, ലിറ്റററി വർക്സാണ് ഞാൻ പറയുന്നത്.
മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ച ലിറ്റററി സോഴ്സസ് ആണ് ഞാൻ പറയുന്നത്. സാഹിത്യ ഉറവിടങ്ങളാണ് ഞാൻ പറയുന്നത്. സാഹിത്യ ഉറവിടങ്ങളിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഗ്രീക്ക് അംബാസഡർ ആയിരുന്ന മെഗസ്റ്റനീസിന്റെ ഇന്ത്യക്ക എന്ന് പറയുന്ന പുസ്തകം മൗര്യൻ ഡൈനാസ്റ്റിയുടെ ഭരണ വ്യവസ്ഥകളെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും നമുക്ക് അറിവുകൾ നൽകുന്നു. പിന്നീട് ഞാൻ പറഞ്ഞത് മൗര്യൻ പൊളിറ്റിക്കൽ കണ്ടീഷനെയും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെയും കുറിച്ച് മനസ്സിലാക്കി തരുന്ന മറ്റൊരു പുസ്തകം കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര. തുടർന്ന് നമ്മൾ പുരാണങ്ങളും ബുദ്ധമത ജൈനമത ഗ്രന്ഥങ്ങളും നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ആ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിച്ച പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായിരുന്നു ഇവിടുത്തെ പുരാണങ്ങളും ബുദ്ധ ജൈന മതഗ്രന്ഥങ്ങളും. തീർന്നില്ല. ദ ലാസ്റ്റ് നന്ദ കിങ് ഓഫ് മഗധ ഭരിച്ചിരുന്ന അവസാനത്തെ നന്ദ രാജാവിനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യ ഫൗണ്ടഡ് മൗര്യ ഡൈനാസ്റ്റി. മഗധ ഭരിച്ചിരുന്ന നന്ദരാജാക്കന്മാർ അതിൽ അവസാനത്തെ നന്ദ രാജാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ. ഇത് നമുക്ക് നന്ദരാജാവിനെ ചന്ദ്രഗുപ്ത മൗര്യൻ പരാജയപ്പെടുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പുസ്തകത്തിൽ നിന്നാണ്. ആ പുസ്തകം എഴുതിയത് വിശാഖദത്തൻ. അദ്ദേഹത്തിൻ്റെ ദ ഗ്രേറ്റ് വർക്ക് മുദ്രാരാക്ഷസം. വിശാഖദത്തൻ്റെ മുദ്രാരാക്ഷസം എന്ന് പറയുന്ന പുസ്തകത്തിൽ ചന്ദ്രഗുപ്ത മൗര്യൻ ഇവിടുത്തെ അവസാനത്തെ രാജാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചതായിട്ട് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് ലിറ്റററി സോഴ്സസ് ആയിട്ട്, സാഹിത്യ ഉറവിടങ്ങളായിട്ട് മൗര്യ സാമ്രാജ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹിത്യ ഉറവിടങ്ങളായിട്ട് നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്നത്. ഇത് കൂടാതെ നാണയങ്ങളായാലും കോയിൻസ് ആയാലും സ്കൾപ്ചേഴ്സ് പ്രതിമകളായാലും അത്തരത്തിലുള്ള ആർക്കിയോളജിക്കൽ സോഴ്സസ്, നാണയങ്ങളും പ്രതിമകളും പുരാവസ്തു ശാസ്ത്രപരമായ മറ്റു തെളിവുകളും ആൻഡ് ഈഡിക്ട്സ് ലിഖിതങ്ങളും ശാസനങ്ങളും ഇതെല്ലാം ഹെൽപ്പ് us to know about മൗര്യൻ ഡൈനാസ്റ്റി. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിച്ച പുരാവസ്തു ശാസ്ത്രപരമായ തെളിവുകളാണ് ഈ പറഞ്ഞ ലിഖിതങ്ങളും നാണയങ്ങളും പ്രതിമകളുമൊക്കെ. ഇതിൽ അശോകാസ് ഈഡിക്സ്, അശോകന്റെ ശാസനങ്ങളുണ്ട്. ഇഡിക്സ് ഓൺ റോക്സ്, അദ്ദേഹം ശിലകളിൽ കൊത്തിവെച്ച ശാസനങ്ങൾ. അശോകന്റെ ഈഡിക്സ്, അശോകന്റെ ശാസനങ്ങൾ. അദ്ദേഹം ശിലകളിലും ഗുഹകളിലും ആൻഡ് ലാർജ് പില്ലാസ്, തൂണുകളിലുമായിട്ടൊക്കെ കൊത്തിവെച്ച ശാസനങ്ങളാണ് മോസ്റ്റ് പ്രോമിനന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സോഴ്സസ്. അപ്പോൾ ലിറ്റററി സോഴ്സസിന് ശേഷം ഞാൻ പറയുന്നത് സം ഇമ്പോർട്ടൻറ്റ് ആർക്കിയോളജിക്കൽ സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് us to know about മൗര്യൻ ഡൈനാസ്റ്റി. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാഹിത്യ ഉറവിടങ്ങൾക്ക് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് പുരാവസ്തുപരമായിട്ടുള്ള ഉറവിടങ്ങളാണ്, പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള തെളിവുകളാണ്. പ്രതിമകളായാലും ശരി, അതുപോലെ തന്നെ നാണയങ്ങളായാലും ശരി, അത്തരത്തിലുള്ള പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള തെളിവുകൾ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് നമ്മെ ഒരുപാട് സഹായിച്ചു. അതിൽ ഏറ്റവും പ്രോമിനൻ്റ് എന്ന് പറയുന്നത് ലിഖിതങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അശോകാസ് ഈഡിക്സ് ആണ്, അശോകൻ്റെ ശാസനങ്ങൾ. അദ്ദേഹം തൂണുകളിലും ശിലകളിലും എഴുതി വെച്ചിട്ടുള്ള ശാസനങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അശോകൻ്റെ ശാസനങ്ങൾ.
ഇത് പ്രധാനമായിട്ടും അദ്ദേഹം ഈ ഈഡിക്സുകൾ തയ്യാറാക്കിയത്, തൂണുകളിലും ശിലകളിലുമൊക്കെ ഈ ലിഖിതങ്ങൾ തയ്യാറാക്കിയത് അദ്ദേഹത്തിൻ്റെ സബ്ജക്ട്സ്, അശോക ചക്രവർത്തിയുടെ പ്രജകൾക്ക് വേണ്ടിയും ഓഫീസേഴ്സ്, അതായത് മൗര്യ സാമ്രാജ്യത്തിലെ പ്രജകൾക്കും തൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ശിലകളിലും തൂണുകളിലും ഗുഹയുടെ ചിത്രങ്ങളിലും അശോക ചക്രവർത്തി ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയത്. ആദ്യമായിട്ട് ലിഖിതങ്ങളിലൂടെ, ശാസനങ്ങളിലൂടെ, ശിലകളിലൂടെ, തൂണുകളിലൂടെ, ഗുഹകളിലൂടെ, ഗുഹാഭിത്തികളിലൂടെ ഉദ്യോഗസ്ഥന്മാർക്കും പ്രജകൾക്കും സന്ദേശമെത്തിച്ച ആദ്യത്തെ ചക്രവർത്തി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അശോക ദ ഗ്രേറ്റ്, മഹാനായ അശോകൻ. അദ്ദേഹത്തിൻ്റെ ഒരു പോളിസിയുണ്ട്, ധർമ്മ എന്ന് പറയുന്ന പോളിസി. ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ധർമ്മ ഹി ഓൾസോ യൂസ്ഡ് ദിസ് ഈഡിക്സ്. അശോക ശാസനങ്ങൾ എന്ന് പറയുന്ന ഈ ഈഡിക്സ് അദ്ദേഹം ഉപയോഗിച്ചു ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ഹിസ് ധർമ്മ എന്ന് പറയുന്ന നയം രാജ്യത്ത് ആകമാനം എത്തിക്കുന്നതിന് വേണ്ടി അശോകൻ ഉപയോഗിച്ചതായിരുന്നു ഇത്തരത്തിലുള്ള ശിലാലിഖിതങ്ങൾ, പില്ലാഴ്സിലുള്ള ലിഖിതങ്ങൾ, തൂണുകളിലുള്ള ലിഖിതങ്ങൾ. അതുവഴി അദ്ദേഹം ധർമ്മ എന്ന് പറയുന്ന നയം അദ്ദേഹം തൻ്റെ രാജ്യത്തിലെ ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചു. കൂടാതെ ഈ അശോക ഈഡിക്സ് ആൾസോ ഗിവ്സ് us the real life of Ashoka the Great and the administrative system of Ashoka the Great and the expansion of the empire of Ashoka the Great. മഹാനായ അശോകൻ്റെ സാമ്രാജ്യ വികസനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഭരണ രീതിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഈ അശോക ഈഡിക്സുകൾ അല്ലെങ്കിൽ ഈ ശാസനങ്ങൾ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലേ? ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ലിറ്റററി സോഴ്സസ് ആയിരുന്നു. ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ നാണയങ്ങളും പ്രതിമകളും അതുപോലെ തന്നെ ശിലാലിഖിതങ്ങളുമൊക്കെ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ചു. ആ ശിലാലിഖിതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അശോകൻ്റെ ശാസനങ്ങളാണ്. അദ്ദേഹം ശിലകളിലും തൂണുകളിലുമൊക്കെ കൊത്തിവെച്ച കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്. ഉദ്യോഗസ്ഥന്മാർക്കും പ്രജകൾക്കും സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി തൂണുകളിലും ശിലകളിലും ഗുഹകളിലുമൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ആദ്യത്തെ ചക്രവർത്തി അല്ലെങ്കിൽ സന്ദേശങ്ങൾ രേഖപ്പെടുത്തിയ ആദ്യത്തെ ചക്രവർത്തി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മഹാനായ അശോകൻ. തൻ്റെ ധർമ്മം എന്ന് പറയുന്ന നയം രാജ്യത്തിൽ ആകമാനം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ ശാസനങ്ങൾ ഉപയോഗിച്ചു. ഈ ശാസനങ്ങൾ ധർമ്മ എന്ന് പറയുന്ന നയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും മറ്റുള്ളവർക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുമൊക്കെയാണ് ഉപയോഗിച്ചെങ്കിലും ഇതിൽ നിന്നും നമുക്ക് അശോകൻ്റെ ലൈഫിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഭരണ രീതിയെക്കുറിച്ച്, സാമ്രാജ്യ വികസനത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ശാസനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കുക, മൗര്യ ഡൈനാസ്റ്റി, മഗധ ഭരിച്ച മൗര്യ രാജാക്കന്മാർ, അതോടുകൂടി മഗധ അതിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിലെത്തുന്നു. മൗര്യ സാമ്രാജ്യ സ്ഥാപകനാരായിരുന്നു? പ്രധാനപ്പെട്ട രാജാക്കന്മാർ. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ച സോഴ്സസ്, സാഹിത്യ ഉറവിടങ്ങളും പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള ഉറവിടങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പഠിപ്പിച്ചത്. അടുത്തതായിട്ട് അശോക ദ ഗ്രേറ്റ്, മൗര്യ ഡൈനാസ്റ്റി കണ്ട ഏറ്റവും മഹാനായ ചക്രവർത്തിയിലേക്ക് നമുക്ക് കടക്കാം. മഹാനായ അശോകൻ, the most prominent king, emperor of Mauryan Empire. മൗര്യ സാമ്രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട
ഏറ്റവും മഹാനായ രാജാവ് നമുക്ക് വിശേഷിപ്പിക്കാം അശോക ദ ഗ്രേറ്റ്, മഹാനായ അശോകൻ. മൗര്യ സാമ്രാജ്യം കണ്ട ഏറ്റവും മഹാനായ രാജാവ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദ കലിംഗ വാർ, കൺവേർഷൻ ഓഫ് ബുദ്ധിസം, ബുദ്ധമതത്തിലേക്ക് കൺവേർഷൻ ടു ബുദ്ധിസം, ബുദ്ധമതത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പരിവർത്തനവും കലിംഗ യുദ്ധവുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. മൗര്യ സാമ്രാജ്യം കണ്ട ഏറ്റവും മഹാനായ രാജാവായിരുന്നു മഹാനായ അശോകൻ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു കലിംഗ യുദ്ധവും ബുദ്ധമത പരിവർത്തനവും, അദ്ദേഹത്തിൻ്റെ ബുദ്ധമത പരിവർത്തനവും. BC 261, BC 261 കലിംഗ വാർ, കലിംഗ യുദ്ധം നടക്കുമ്പോൾ ദ മോഡേൺ ഒറീസ, ഇന്നത്തെ ഒറീസ, BC 261 കലിംഗ യുദ്ധം. ഹി ക്യാപ്ചേർഡ് കലിംഗ ത്രൂ എ ബ്ലഡ്ഷെഡ് വാർ, രക്തരൂക്ഷിതമായ ഒരു യുദ്ധത്തിലൂടെ, രക്തച്ചൊരിച്ചിലൂടെ അദ്ദേഹം കീഴടക്കുന്നു കലിംഗം എന്ന് പറയുന്ന പ്രദേശം. കലിംഗം എന്ന് പറയുന്ന പ്രദേശം വളരെ രക്തരൂക്ഷിതമായ ഒരു ആക്രമണത്തിലൂടെ അദ്ദേഹം കീഴടക്കി. ഡ്യൂറിങ് ദിസ് ടൈം, അറ്റ് ദ ടൈം ഓഫ് കലിംഗ വാർ, കലിംഗ യുദ്ധ സമയത്ത് ഒരുപാട് ഓർഡിനറി പീപ്പിൾ, സാധാരണ ജനത മരിച്ചു വീണു. ബ്രാഹ്മണന്മാർ മരിച്ചു വീണു, ബുദ്ധസന്യാസികൾ മരിച്ചു വീണു. അപ്പോൾ ഈ യുദ്ധസമയത്ത് നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേരാണ് മരിച്ചു വീണത്. ഒരു പ്രദേശം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ആ വലിയ യുദ്ധത്തിൽ നിരപരാധികളായിട്ടുള്ള ഒരുപാട്, സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. യുദ്ധത്തിന് ശേഷം ഇദ്ദേഹത്തിന് വളരെയേറെ വേദനിപ്പിച്ച ഒന്നായിരുന്നു ഈ കാഴ്ചകൾ. നിരപരാധികളായിട്ടുള്ള ജനത മരിച്ചു വീണത് ഇദ്ദേഹത്തിൽ വളരെയേറെ മാനസിക പ്രശ്നങ്ങളുണ്ടാക്കി. വളരെയേറെ ദുഃഖാകുലനായിട്ട് മാറുന്നു മഹാനായ അശോകൻ. ഇതിൽ നിന്നും അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുന്നു. ഹി ഡിസൈഡഡ് നോട്ട് ടു ഡു എനി വാർ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല. ടു കോൺകർ, കീഴടക്കുക എന്ന നയം ഉപേക്ഷിക്കുന്നു. കീഴടക്കുക എന്ന ആക്രമണ നയം അദ്ദേഹം ഉപേക്ഷിക്കുന്നു. ടു എക്സിസ്റ്റ് പീസ് ഇൻ ദ കൺട്രി, സാമ്രാജ്യത്തിൽ സമാധാനം നിലനിർത്തുക, സമാധാനം സ്ഥാപിക്കുക. ആക്രമിച്ച് കീഴടക്കുക എന്നുള്ള നയം ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തിൽ സമാധാനം നിലനിർത്തുക എന്നുള്ള ആ പോളിസി അദ്ദേഹം സ്വീകരിച്ചു. ചരിത്രത്തിൽ യുദ്ധം വിജയിച്ചതിന് ശേഷം ഇനി യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്ന ഒരേ ഒരു മഹാനായ ചക്രവർത്തിയേ ഉള്ളൂ, അശോക ദ ഗ്രേറ്റ്. അതാണ് അതിൻ്റെ പ്രത്യേകത. യുദ്ധം ജയിച്ചതിന് ശേഷം ഇനിമേലിൽ യുദ്ധം ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു ചക്രവർത്തി മഹാനായ അശോകൻ. അദ്ദേഹത്തിന് ആ യുദ്ധത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങളും മറ്റുമൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.